ലഹരികളെ നിയന്ത്രിതമായി ഉപയോഗിക്കാൻ ആളുകളെ പഠിപ്പിക്കുന്ന വഴിയാണ് അത് ഒഴിവാകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു കഞ്ചാവ് നിയന്ത്രിതമായി ഉപയോഗിക്കാനുള്ള കോഴ്സ് തുടങ്ങാം. എന്തൊക്കെയാണ് ഓരോ ആളുകൾ പറയണമെന്നറിയോ? ഞാൻ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആകുന്ന ഒരാൾക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടോ? ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ വളർന്നു വരികയാണ്, ഡി അഡിക്ഷൻ സെൻറ്ററുകൾ. അവർക്ക് പിച്ചും പേയും പറയാണ്. എത്ര ആളുകൾ ആത്മഹത്യ ചെയ്തെന്നറിയോ? എത്ര ആളുകൾ കൊലപാതകങ്ങൾ നടത്തുന്നറിയോ? അപ്പോൾ ഇത് നിയന്ത്രിതമായി ഉപയോഗിക്കാൻ എങ്ങനെ പഠിപ്പിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വിചിത്രമായ വാദമെന്ന് പറയുന്നത് ലോകമൊക്കെ മാറുകയാണെന്നുള്ളതാണ്. യൂറോപ്പിലും അമേരിക്കയിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? അവർ നമ്മളെ കണ്ടു പഠിക്കട്ടെ. എന്തിനാണ് നമ്മൾ അവരെ കണ്ടു പഠിക്കേണ്ട ആവശ്യം? അങ്ങനെയാണ് യൂറോപ്പിനെ കണ്ടു പഠിക്കാൻ നമ്മളോട് പറയണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളും അത്യാവശ്യം സംസ്കാരമുള്ള ആളുകൾ, നമ്മളെ കണ്ട് അവർക്കും പഠിക്കാം. ഇനി യൂറോപ്പിനെ കണ്ട് പഠിക്കാനൊക്കെ നല്ല കാര്യങ്ങളല്ല പഠിക്കേണ്ടത്. മറ്റു രാജ്യങ്ങളിൽ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ തെരുവിൽ നോക്കിയൊക്കെ ഒരുപാട് ആളുകൾ മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആയിട്ട് വീണ് കിടക്കുന്നത്, എത്ര പ്രൊഡക്ടിവിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. പിന്നെ എന്തിനാണ് നമ്മളത് കണ്ടുപഠിക്കേണ്ട ആവശ്യം? പിന്നെ മൂന്നാമത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആള് മോട്ടോർ സൈക്കിളിനെ പോലെ അപകടകരമായ ലോകത്ത് യാതൊന്നും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. സകലരുടെയും അംഗവൈകല്യം ഉണ്ടാകും, മരിക്കുകയും ചെയ്യും. നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. ബൈക്ക് യാത്രകൾ, ഒരുപാട് ബൈക്ക് യാത്രകൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് നിരോധിക്കുന്നില്ലല്ലോ എന്ന്. ബൈക്ക് എന്ന് പറയുന്നതൊരു എന്താ പറയുക, നമുക്കൊരു യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നൊരു ടൂളാണ്. അത് ആവശ്യത്തിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുമ്പോൾ അപകടങ്ങൾ പറ്റുന്നുണ്ട്. അത് നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിപ്പിച്ചിട്ട് നിയന്ത്രണമല്ലാതെ പോയിട്ട് അപകടങ്ങൾ പറ്റുന്നതാണ്. അപ്പോൾ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് എന്ത് ഗുണമുള്ളത്? അപ്പോൾ പുതിയ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മയക്കുമരുന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കുകയുള്ളൂ. സോ പുതിയ തലമുറയിൽ നമ്മൾ കരുതി മാത്രം മുന്നോട്ട് പോകാം.